നമസ്കാരം. കട്ടൻ ചായ 131 കട്ടൻ ചായ 131 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും ലൈക്കിനും കമൻറ്റിനും സബ്സ്ക്രിപ്ഷനും ഞാൻ നന്ദി പറയുന്നു. ഇതുവരെയുള്ള സബ്സ്ക്രിപ്ഷൻ 2956 പേരായി. അതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. ഇന്ന് ഒരു കട്ടൻ ചായ ഉണ്ടാക്കാം. അതിനുവേണ്ട ചേരുവകൾ: ഇഞ്ചി, കറുവാപ്പട്ട, ഏലക്ക, മധുരം, തേയില, വെള്ളം, പനിക്കൂർക്ക ഇല. സ്റ്റാർട്ട്. നമ്മളിതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ടീക്ക് വുഡ് പെക്കറിൻ്റെ ആ കട്ടിംഗ് ബോർഡിലാണ്. നമ്മൾ കാണുന്നത് ആദ്യം നമ്മൾ ഓരോന്നിനും പരിചയപ്പെടുത്തുക. ഇൻഗ്രീഡിയൻസ് ഓരോന്നും: ലിപ്ടൺ കമ്പനിയുടെ ഡാർജിലിംഗ് ബ്രാൻഡ് ചായ ഇല, തേയില. അത് ആ ചെറിയ പാത്രത്തിൽ എടുത്തു വച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് ആ ചായയില. അടുത്ത് നമുക്ക് ഇതിനകത്ത് സുഗന്ധദ്രവ്യങ്ങളായിട്ട് കറുവാപ്പട്ടയും ഏലക്കായും ഇടുന്നുണ്ട്. അടുത്ത് ഈ കാണുന്നത് പനിക്കൂർക്കയുടെ ഇലയാണ്. സ്വല്പം പനി ഉണ്ടായിരുന്നു, വിട്ടുമാറിപ്പോകാനായിട്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചിയുണ്ട്. ഇപ്പോൾ കാണുന്നത് നമ്മുടെ കപ്പാണ്. ഈ കപ്പിലേക്കാണ് ചായ പകരുന്നത്. ഇത് നമ്മുടെ കുക്കറാണ്, ഇൻഡക്ഷൻ കുക്കറാണ്. ഈ ചെരുവത്തിനകത്താണ് നമ്മൾ ചായ ഉണ്ടാക്കുന്നത്. അതിനകത്ത് ഇത് നമ്മൾ ഫിൽറ്റർ ചെയ്യാനുള്ള സിസ്റ്റമാണ്. ഒഴിക്കേണ്ട വെള്ളം ഇതാണ്. 2 ഗ്ലാസ്സാണ്, വലിയ ഗ്ലാസ്സാണത്. അതിൽ ചെറിയ ഗ്ലാസ് 2 കൊള്ളും. അപ്പോൾ അത് നമ്മൾ ആ പാത്രത്തിലേക്ക് ഒഴിച്ചു. അതിന് സ്റ്റൗവിൽ വെച്ചു. അത് പതുക്കെ ഓൺ ചെയ്തു. ഇനി 2 മിനിറ്റ് നേരം എടുക്കുമ്പോൾ 2 മിനിറ്റ് സമയം എടുക്കുമ്പോൾ ഇത് ബോയിൽ ചെയ്യും, തിളയ്ക്കും. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇടേണ്ട സാധനങ്ങൾ: ഇഞ്ചി ഇട്ടു. അടുത്തത് കറുവാപ്പട്ട, ഏലക്കായുടെ മിശ്രിതം. അത് മുറിച്ച് അരിഞ്ഞു വച്ചിരിക്കുന്നതാണ്. ഇതാ ഇല. ആ ഇലയും അടുപ്പിച്ച് കീറിയും കിട്ടാൽ മതി. പനി ഉള്ളതുകൊണ്ടാണ്, പനിക്ക് പോകാനായിട്ട് നല്ലതാണിത്. അപ്പോൾ ഇതൊരു എല്ലാ ദിവസവും ഇടേണ്ട ആവശ്യമില്ല. ഇത് സ്പെഷ്യലായിട്ട് ഇന്നലെ ഇന്ന് ഇട്ട് അതിൻ്റെ പനി അങ്ങ് വിട്ടുമാറി. പനിക്കൂർക്ക എന്നാണ് അതിന് പറയുന്നത്. ഇപ്പം നമ്മൾ വെള്ളം തിളയ്ക്കാൻ തുടങ്ങുകയാണ്. അതായത് നമ്മൾ അതിൻ്റെ സൗണ്ട് കുറച്ച് വെച്ചിരിക്കുന്നില്ല. ഡിസ്റ്റർബൻസ് സൗണ്ട് കുറച്ച് വെച്ചിരിക്കുന്നുണ്ട്, അറിയുന്നില്ല. നമ്മളത് തിളയ്ക്കുകയാണോ എന്താണെന്നുള്ളത്. അപ്പോൾ 2 മിനിറ്റാണ് അതിൻ്റെ സമയം. അപ്പോൾ ഈ പ്രോഗ്രാം ഞാനിങ്ങനെ എല്ലാ ദിവസവും നടത്തുന്നതിൻ്റെ ആക്ച്വലി ഇത് നമുക്കൊരു ട്രെയിനിങ്ങും കൂടിയാണ്. നമ്മളിത് ചെയ്യുന്നത് നന്നാകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാനായിട്ടും, പിന്നെ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ അകത്ത് വീഡിയോ മുന്നോട്ട് എത്തിക്കാനും ചെയ്യണമല്ലോ. ഇത് നമുക്ക് യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു ഒറ്റ ദിവസത്തെ പരിപാടിയല്ലല്ലോ. യൂട്യൂബ് നമുക്ക് എത്ര നാൾ നമുക്ക് ചെയ്യാം, അത്ര നാളും ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നല്ല രീതിയിൽ ഇത് ചെയ്യാൻ അറിയാമെങ്കിൽ, ഇതിപ്പോൾ മറ്റുള്ളവരെ ശമ്പളത്തിന് കൊടുത്തിരുത്തി ചെയ്യാൻ പറ്റിയല്ല. അപ്പോൾ നമുക്ക് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ പഠിക്കുകയാണ് സത്യത്തിൽ. അപ്പോൾ 131 അധ്യായമായി. ദാറ്റ് മീൻസ് ഞാൻ അത്രയും കഷ്ടപ്പെടുന്നുണ്ട്. 4 മാസം, 4 മാസത്തോളമായി ഞാൻ ഈ കട്ടൻ ചായ ഉണ്ടാക്കി പഠിക്കുന്നത്. എൻ്റെ ആദ്യത്തെ കട്ടൻ ചായയുടെ ഷോർട്ട് ഫിലിമൊക്കെ ഞാൻ വിടുന്നുണ്ട്. ഓർമ്മയിൽ നിന്നും പറഞ്ഞിട്ടൊരു അധ്യായം ഉണ്ട് അതിൻ്റെ. അതായത് പഴയ കട്ടൻ ചായകൾ ഞാൻ ഇടുന്നുണ്ട് ഷോർട്ടായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ അകത്ത് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ ഇല്ലെന്നുള്ളത്. ഈ വീഡിയോ ഇടുന്നതിലും വീഡിയോ എഡിറ്റിങ്ങിലും ഫോട്ടോഗ്രാഫിയിലും ഒക്കെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അത് കാണുമ്പോൾ. അപ്പോൾ നമ്മൾ ആ വെള്ളത്തിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് തിള നിന്നപ്പോൾ അതിലേക്ക് തേയില ഇട്ടു. ഇത് 2 ഗ്ലാസ് വെള്ളമാണ്. 2 ഗ്ലാസ് വെള്ളത്തിനുള്ള തേയിലയാണ് അതിൻ്റെ അകത്തിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് അതിനെ 5 മിനിറ്റ് സമയം വെച്ചുകൊണ്ടിരിക്കണം. അതായത് ആ സത്ത് ഇറങ്ങി വരുന്നതിന്. അപ്പോൾ അത് ഞാൻ ഫോട്ടോ എടുത്തിട്ടില്ല അതിൻ്റെ. നമുക്ക് ആ ഷുഗർ ഫ്രീ സ്വീറ്റ്നർ നമ്മുടെ ഫിൽറ്ററിങ് യൂണിറ്റിലേക്ക് 2 സ്പൂണ് പഞ്ചസാരയ്ക്ക് തുല്യമായിട്ടുള്ളത്. ആ കുഞ്ഞ് സ്പൂൺ ഒരെണ്ണം ഒരു വലിയ സ്പൂണ് പഞ്ചസാരയ്ക്ക് തുല്യമാണ് മധുരത്തിൽ. 2 സ്പൂൺ ഇട്ട്. അപ്പോൾ ഇത് പഞ്ചസാരയുടെ ദൂഷ്യവശങ്ങളില്ലാത്ത
ഷുഗർ ഫ്രീ സ്വീറ്റ്നറാണ്, പഞ്ചസാരയുടെ പൊടിയല്ല, ഇത് വേറൊരു സാധനമാണ്. അപ്പോൾ അത് നമ്മൾ ഇനി അതിലേക്ക് ചായ ഒഴിക്കുക എന്നുള്ളതാണ്. അതിനാണ് ഫിൽറ്റർ എടുത്തുകൊണ്ട് വെച്ചത്. അപ്പോൾ അത് നമ്മൾ കൈ കൊണ്ട് പിടിച്ചാൽ ചൂടുള്ളതുകൊണ്ട് നമ്മൾ ആ പക്കട് കൊണ്ടാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അരിച്ചു കഴിഞ്ഞു. അരിച്ചതിന് നമ്മളിനി അടുത്ത നടപടി സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. എല്ലാവരും ഇപ്പോൾ നേരത്തെ കണ്ടവർക്കെല്ലാം ഇത് കാണപ്പെടാറിയാം, എനിക്ക് മാത്രം ഇത് പറയാനറിയില്ല. അപ്പോൾ ഇതിന് നമ്മളിനി കപ്പിനകത്ത് കഴിക്കും. ഇതൊക്കെ ഒരു പ്രോഗ്രാം എന്നുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ കപ്പിനകത്തേക്ക് ഇത് ഒഴിച്ചു. അപ്പോൾ അതിൻ്റെ ഭംഗി, അതിൻ്റെ കളറ്, അതിൻ്റെ സ്മെല്ല് ഒക്കെ ഭയങ്കര എൻജോയബിളാണ് കേട്ടോ. നല്ല സുഗന്ധമാണ്. അതായത് ഏലക്കായുടെയും കറുവാപ്പട്ടയുടെ മണം, അതുപോലെ തന്നെ പനിക്കൂർക്ക ഇലയുടെ വീര്യം, ഇതെല്ലാം കൂടി വരുമ്പം നമ്മളിതിനെ മേശപ്പുറത്തുകൊണ്ട് വയ്ക്കും. ആ ചായ മേശപ്പുറത്തുകൊണ്ട് വെച്ചിട്ട് നമുക്ക് വചനം വായിക്കുന്നതിന് വേണ്ടിയിട്ട്, ദൈവവചനം വായിക്കുന്നതിന് വേണ്ടിയിട്ട് ബൈബിൾ വളരെ ആദരവോടുകൂടി എടുത്തുകൊണ്ട് വരുന്നു. അപ്പം ബൈബിള് നോക്കി നമുക്ക് വചനം വായിക്കുന്നതിന് വേണ്ടിയിട്ട്, വചനം തരുന്നത് നമ്മുടെ ഇഷ്ടപ്രകാരമല്ല എടുക്കുന്നത്. അത് എല്ലാ ദിവസവും ഒരു പ്രോഗ്രാമുണ്ട്, ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറഞ്ഞ് രാവിലെ 5:30 മണിക്കൊരു പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാമിൽ ഫാദർ മാത്യു വൈലാമണ്ണിൽ അച്ഛൻ നടത്തുന്നതാണ്. അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇടാറുണ്ട്. അതാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഡെയിലി ബ്ലെസ്സിങ്. എല്ലാ ദിവസവും രാവിലെ 5:30 മണിക്കാണ്. നിങ്ങൾക്ക് പറ്റുന്നവർ കാണുക. അപ്പോൾ ഇത് ഉൽപ്പത്തി പുസ്തകത്തിൽ 13-ാം അധ്യായമാണ് പറയുന്നത്. 13-ാം അധ്യായത്തിൽ 14 മുതലുള്ള വചനങ്ങൾ, 14, 15, 16, 17 അതാണ് ഞാനിപ്പം ബൈബിളിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നോക്കി വായിക്കുന്നതിനുള്ള ഉള്ളതുകൊണ്ട് ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇൻ്റർനെറ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണത്. ഞാൻ വായിക്കാം. ഉൽപ്പത്തി അധ്യായം 13. അബ്രാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം കർത്താവ് അബ്രാമിനോട് പറഞ്ഞു, നീ തല ഉയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിൻ്റെ സന്താന പരമ്പരകൾക്കും എന്നേക്കുമായി ഞാൻ തരും. ഭൂമിയിലെ പൂഴി പോലെ നിൻ്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. പൂഴി ആർക്കെങ്കിലും എണ്ണിത്തീർക്കാമെങ്കിൽ നിൻ്റെ സന്തതികളെയും എണ്ണാനാകും. എഴുന്നേറ്റ് ഈ ഭൂമിക്ക് നെടുകയും കുറുകയും നടക്കുക, അത് നിനക്ക് ഞാൻ തരും. വചനം ഇവിടെ തീർന്നു. കർത്താവ് ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ട എല്ലാവരോടും നന്ദി പറയുന്നു. നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം. ശുഭം. ഗുഡ് ലക്ക്.